സമസ്തയുടെ കൂറ് എങ്ങോട്ട്? ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ലേഖനം. യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് മുഖപത്രത്തിന്റെ വിമർശനം. പഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിന് ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ വിമർശനമുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വിമർശിച്ചിട്ടുണ്ട് ഈ ലേഖനം. റഷീദുദ്ദീൻ എഴുതിയ ലേഖനത്തെ രാജ്യത്തെയും സേനയെയും അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, രാജ്യവിരുദ്ധത തീർച്ചയായും അനു, രാജ്യവിരുദ്ധത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സുപ്രഭാത് സമസ്തയുടെ പത്രത്തിൽ എഴുതിയ ലേഖനമാണ്. അതിന് തലക്കെട്ട് വരുമോ വീണ്ടും ഒരു ഇൻഡോ പാക് യുദ്ധം എന്ന തലക്കെട്ടോട് കൂടി ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. ആ ലേഖനത്തിലാണ് ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തികച്ചും അതിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ രാജ്യവിരുദ്ധ പരാമർശങ്ങളെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് രാജ്യത്തൊട്ടാകെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിന് പിന്തുണ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിലും പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആയുധങ്ങളോടും അതോടൊപ്പം തന്നെ നമ്മുടെ യുദ്ധ സംവിധാനങ്ങളോടുമെല്ലാം വലിയ മതിപ്പുളവാക്കുന്ന സാഹചര്യവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇത് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. റഫാൽ ആയാലും ശരി, മറ്റു യുദ്ധവിമാനങ്ങളായാൽ പോലും ആദ്യം പാകിസ്ഥാൻ ഈ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് പിടിച്ചു എന്നൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ലോകമാധ്യമങ്ങളിൽ നിന്നെല്ലാം, വ്യത്യസ്തമായിട്ടുള്ള മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഇത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ രാജ്യത്തിന് വലിയ രീതിയിൽ മേൽക്കോയ്മയിലേക്കും പാകിസ്ഥാന്റെ ഇടപെടൽ, അതായത് പാകിസ്ഥാൻ പല രീതിയിൽ ഇന്ത്യയുമായി കേണപേക്ഷിച്ചതിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന നിലയിലെല്ലാം ഇന്ത്യ ചെന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്നിരിക്കെ അത് ആ വിവരം അല്ലെങ്കിൽ ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെയാണ് സമസ്തയുടെ മുഖപത്രം ഇത്തരത്തിൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലടക്കം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത്. അതായത് ഇത്തരം പരാമർശങ്ങൾ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു വിജയമാണെന്ന് ഉള്ള പരാമർശം അല്ലെങ്കിൽ രാജ്യം അങ്ങനെ ആഘോഷിക്കുന്നത് അത് ഇലക്ഷൻ പ്രമാണിച്ചാണ്, ബീഹാറിലെ തെരഞ്ഞെടുപ്പുകൾ പ്രമാണിച്ചാണ് എന്നാണ് മുഖപത്രം ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. തുടർന്നിങ്ങോട്ട് ആ ലേഖനം കടന്നു വരുന്ന വഴികളിലെല്ലാം രാജ്യത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ പരോക്ഷമായിട്ടെങ്കിലും സൈന്യത്തെയും സൈന്യയുടെ ബലത്തെ അടക്കം അപകീർത്തിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ചൈനയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നൊരു നിലപാടാണ് സുപ്രഭാതത്തിൽ നിന്നും സ്വീകരിക്കുന്നത്. കാരണം ഈ ആയുധങ്ങളെല്ലാം ആയുധ സദസ്സിൽ അല്ലെങ്കിൽ ലോക വ്യാപാര സദസ്സിൽ ചൈനയ്ക്ക് മേൽക്കോയ്മ ഉണ്ടാക്കുന്ന ഒരു യുദ്ധമാണ് ഉണ്ടാക്കിയത്. ചൈനയുടെ ആയുധങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാക്കുന്ന യുദ്ധമാണ് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ എസ് ജയശങ്കർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ വന്നതിന് പിന്നാലെ എസ് ജയശങ്കർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ആ ട്രംപിന്റെ പരാമർശങ്ങൾ തള്ളി അദ്ദേഹം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. അതിനെയെല്ലാം വിമർശിച്ചുകൊണ്ടും ഈ ലേഖനം എഴുതുന്നു. പൂർണ്ണമായും രാജ്യവിരുദ്ധപരമായ പരാമർശമായിട്ടുള്ള ലേഖനമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിലെ ഓരോ വരികളിലും സൂക്ഷ്മമായി വായിക്കുമ്പോഴെല്ലാം അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തത്. സുപ്രഭാതം സമസ്തയുടെ മുഖപത്രമാണ്. സമസ്തയുടെ മുഖപത്രത്തിലാണ് ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ആയുധങ്ങളും ആയുധ പ്രയോഗങ്ങളും എല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുന്ന നിലയിലെല്ലാം ഈ പത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു യുദ്ധം എന്ന അടക്കമുള്ളതെല്ലാം പറയുന്നതോടൊപ്പം തന്നെ യുദ്ധത്തിന് മേൽക്കോയ്മ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന അടക്കമുള്ള പരാമർശങ്ങളും നടത്തുന്നുണ്ട്. നമുക്കറിയാം ഈ ലോകരാജ്യങ്ങളടക്കം വലിയ രീതിയിൽ മേൽക്കോയ്മ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരും പറയുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്രകാരം അപകീർത്തി പരാമർശം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, രാജ്യവിരുദ്ധത തന്നെ സുപ്രഭാതം കൈക്കൊള്ളുന്നത്. സമസ്തയുടെ മുഖപത്രമാണ് എന്തൊക്കെ എഴുതിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. യുദ്ധത്തിൽ രാജ്യത്തിന് മേൽക്കൈ നേടാനായില്ല എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഒന്നും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനായില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട്